പ്രത്യേകിച്ച് സ്പിരിച്വൽ ലൈനിൽ ശ്രമിച്ചവർക്കൊക്കെ കല്ലേറ് കിട്ടി. പിന്നീട് അവരെ മഹാന്മാരായിട്ട് ലോകം വായിച്ചിട്ടുണ്ട്. പക്ഷെ അവർ ജീവിച്ചിരുന്ന കാലത്ത് നെവർ ദേ ഹാഡ് ബീൻ അണ്ടർസ്റ്റുഡ്. പിന്നീട് എന്തെങ്കിലും മനസ്സിലായില്ലേ? ഇപ്പം മുൻപേ പറക്കുന്ന പക്ഷി എന്നൊക്കെ പറയുന്ന പോലെ ആ കാലഘട്ടത്തിന് നമ്മൾ മനസ്സിലാക്കത്തില്ല. ഞാനിപ്പം അതിനുവേണ്ടി എന്ത് സാക്രിഫൈസ് ചെയ്യാനും തയ്യാറാണ്. അറ്റ്ലീസ്റ്റ് ഇതിനെപ്പറ്റി ഒരു മനുഷ്യൻ ചിന്തിച്ച് തുടങ്ങിയാൽ മതി, അതിൻ്റെ ആക്ഷൻ പിന്നെ അങ്ങോട്ട് നടന്നോളുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇതുകൊണ്ടാണ് ഞാനിത് ഇറങ്ങുന്നത്. എനിക്കറിയാം അത്ര എളുപ്പമുള്ളതല്ല. എല്ലാവരും വിചാരിക്കും അങ്ങ് നടക്കും, ഇത് വളരെ പ്രയാസമുള്ള കാര്യങ്ങൾ, പല ഒബ്സ്റ്റക്കിൾസും വരും. പക്ഷേ ഞാൻ എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഇതിനകത്ത് പോകണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്ത്, ആരെയും നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്യാൻ പറ്റില്ല ഇതിനകത്ത്. അപ്പോൾ തന്നെ താങ്കളുടെ ആത്മകഥ, മറ്റേ ഓട്ടോബയോഗ്രഫി ഹിമാലയൻ യോഗി, അത് വിദേശത്തൊക്കെ ഒരു ബെസ്റ്റ് സെല്ലറാണെന്ന് ചെയ്യുന്നു. എന്തായിരിക്കാം അതിന് ഇത്രയും മാത്രം? കാരണം നമ്മുടെ ഒരു സംസ്കാരവും ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടല്ല, ആത്മീയതയായിട്ട് ബന്ധപ്പെട്ടൊരു പുസ്തകം കൂടിയാണല്ലോ. ഇത് വെസ്റ്റേൺ വേൾഡിൽ എന്തുകൊണ്ടാണ് ഇതിനൊരു പ്രിയത? രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, ഇന്ന് വെസ്റ്റേൺ വേൾഡിൽ ഇന്ത്യൻ സ്പിരിച്വാലിറ്റിയെ പറ്റി ഒരുപാട് ഇൻട്രസ്റ്റ് ഉള്ള സമയമാണ്. അതുകൊണ്ട് അവർ അത് വായിക്കും. രണ്ടാമത്, അവർക്കൊരു അതിശയം, ഇത് ഇയാൾ ഒരു കമ്മ്യൂണിറ്റിയിലുണ്ടായിട്ട് ഈ വേറെ ഒരു സംഗതിയാണല്ലോ സംസാരിക്കുന്നത്, എങ്ങനെ പറ്റി എന്നുള്ള ക്യൂരിയോസിറ്റി രണ്ടാമത്. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ട്, ഞാൻ ഇതൊരു ലിറ്റററി വർക്കായിട്ടല്ല എഴുതിയത്. എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഡയറക്റ്റായിട്ട് അങ്ങോട്ട് എനിക്ക് തോന്നുന്നത് ഞാനത് എഴുതി. എനിക്ക് തോന്നുന്നു അങ്ങനെ സംതിങ് കംസ് ഫ്രം ദ ബോട്ടം, ഫ്രം ദ സെൻറ്റർ ഓഫ് യുവർ ഹാർട്ട്. അതെപ്പോഴും ആളുകളെ അട്രാക്റ്റ് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടായിരിക്കും വായിക്കുമ്പോൾ അറിയാം, ലാംഗ്വേജ് വളരെ സിമ്പിളാണ്, ഇതിൽ ഒരു ആർട്ടിഫിഷ്യലായിട്ട് ഒന്നുമില്ല. ഞാൻ എൻ്റെ മനസ്സെങ്ങനെ തുറന്ന് സംസാരിക്കുന്നില്ല. ഇപ്പം താങ്കളോട് ഞാൻ സംസാരിക്കുന്നത് പോലെ റീഡേഴ്സിനോട് സംസാരിക്കുകയാണ്. അപ്പോൾ ഈ വെസ്റ്റേൺ വേൾഡിൽ ഇത് വായിച്ചവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ടുണ്ട്? ഉണ്ട്. അപ്പം ആരാ ഒരു പ്രമുഖരായിട്ടുള്ള ചിലരുടെ ആരെങ്കിലും അങ്ങനെ കമൻറ്റ് ചെയ്യാൻ പറ്റുമോ? പ്രത്യേകിച്ച് അങ്ങനെ പൊളിറ്റിക്കൽ സൈഡിൽ പ്രമുഖനായിട്ടുള്ളവരാരെയും ഞാൻ അപ്രോച്ച് ചെയ്തിട്ടില്ല. പലരും ഉണ്ട്. പോർട്ട്ലൻഡ്, ന്യൂയോർക്ക്, ഇങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് പല ഓർഗനൈസേഷൻസും പലരും. ഞാൻ എല്ലാ വർഷവും US പോകാറുണ്ട്. പോയി ഒരു മാസം പലയിടത്തും 4 ദിവസം ഇവിടെ 4 ദിവസം അവിടെ. ഞങ്ങൾക്ക് അവിടെ ബിൽഡിങ്സോ അസറ്റ്സോ ഒന്നുമില്ല, ടെമ്പിൾസോ ഒന്നുമില്ല. പക്ഷേ ഇൻട്രസ്റ്റ് ഉള്ള ആളുകളുണ്ട്. അപ്പോൾ അവരുമായിട്ട് സത്സംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് ഡയലോഗ്, സംവാദം നടത്താറുണ്ട്. ഇപ്പോഴും പോകും. ഞാൻ 7th ഒക്ടോബറിന് പോയാൽ പിന്നെ ഓഗസ്റ്റിന് പോയാൽ 1st ഒക്ടോബറിനെ തിരിച്ചു വരുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരുപാട് ഇൻട്രസ്റ്റ് ഉണ്ട് ആളുകൾക്ക്. പക്ഷെ താങ്കൾക്ക് ഇന്ത്യയിൽ ആശ്രമം ഉണ്ടല്ലോ, ആന്ധ്രയിൽ? ആശ്രമം എന്ന് പറഞ്ഞാൽ ഒരു ഗൃഹസ്ഥാശ്രമമാണ്. എൻ്റെ വീടാണ്. എൻ്റെ ചുറ്റും ആളുകൾ വന്നാൽ താമസിക്കാനായിട്ട് കുറേ ബിൽഡിങ്സ് കെട്ടിയിട്ടുണ്ട്. ഒരു മെഡിറ്റേഷൻ ഹാളുണ്ട്. അല്ലാതെ വലിയ പരിപാടിയൊന്നും ഇല്ല അവിടെ. സ്കൈ സ്ക്രാപ്പേഴ്സ് ഇല്ല, ഒന്നുമില്ല. പിന്നെ ഒരു ഫ്രീ സ്കൂളുണ്ട്, സത്സംഗ് വിദ്യാലയം. അത് അവിടുത്തെ ട്രൈബൽസിന് വേണ്ടി ഫ്രീ ആയിട്ട് നടത്തുന്ന ഒരു സ്കൂളാണ്. 10th ക്ലാസ് വരെ ഉണ്ട്, സ്റ്റേറ്റ് ബോർഡ്. അല്ലാതെ ഒരു ആശ്രമമെന്ന് ആ രീതിയിൽ നമുക്കത് പറയാൻ പറ്റില്ല. ഏത് റിലിജനിലുള്ളവർക്കും അവിടെ വരാം, കുറച്ച് ദിവസം താമസിക്കാം. മെഡിറ്റേഷൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ ഇൻസ്ട്രക്റ്റ് ചെയ്യും. അങ്ങനെ ഫുഡ് വെജിറ്റേറിയനാണ്, ക്യാമ്പസ് വെജിറ്റേറിയനാണ്. താങ്കൾ പറഞ്ഞില്ലേ 19ാമത്തെ വയസ്സിലാണ് ഇവിടുന്ന് പോയത്. അപ്പോൾ അറിയുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട്, ഉണ്ടല്ലോ, ബന്ധുക്കളുണ്ട്. ഇവരെയൊക്കെ ഇപ്പോൾ കാണുമ്പോൾ അവരുടെ ഒരു റിയാക്ഷൻ എന്താണ്? കാരണം പ്രത്യേകിച്ച് താങ്കൾ പറഞ്ഞ പോലെ പരമ്പരാഗതമായൊരു സമുദായത്തിലും സമൂഹത്തിലും ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അറിയാൻ പറ്റുന്നതിനേക്കാൾ അപ്പുറത്തൊരു തലത്തിലാണ് താങ്കൾ നിൽക്കുന്നത്. അവരെങ്ങനെ അവരുമായിട്ടുള്ളൊരു ഇൻട്രാക്ഷൻ വരുമ്പോൾ ഈ പുള്ളി വഴിതെറ്റിപ്പോയി എന്ന് വേണമെങ്കിൽ ചിന്തിക്കാം. അങ്ങനെയും ചിന്തിക്കുന്നവരുണ്ട്, വട്ടുപിടിച്ചെന്ന് ചിന്തിക്കുന്നവരുമുണ്ട്. പിന്നെ എൻ്റെ റിലേറ്റീവ്സ് എന്ന് പറഞ്ഞ് വളരെ കുറച്ച് പേരേ ഉള്ളൂ. ഞങ്ങൾ ഈ മലയാളം സ്പീക്കിംഗ് കമ്മ്യൂണിറ്റിയിൽ നിന്നല്ല, ഞങ്ങൾ ഈ ഉറുദു സ്പീക്കിംഗ് കമ്മ്യൂണിറ്റി, ദക്നി കമ്മ്യൂണിറ്റിയിൽ നിന്നാണ്. അപ്പം ഞങ്ങളൊരു സ്മോൾ ഗ്രൂപ്പാണ്. അത് ഇവിടെ അവർ ദക്നി എന്നാണ് പറയുന്നത്, സൗത്തിലെ വട്ടാണിയാണ്. അപ്പം ഞങ്ങളൊരു ചെറിയ കുതിരപ്പട്ടാളത്തിൻ്റെ കൂടെ വന്ന ആണ് മഹാരാജാവിൻ്റെ കാലത്ത്, ട്രാവൻകൂർ മഹാരാജാവിൻ്റെ കാലത്ത് വന്ന കൂട്ടത്തിലാണ്. അപ്പോൾ ഒരു ചെറിയൊരു മിനിസ്ക്യൂൾ കമ്മ്യൂണിറ്റിയേ ഉള്ളൂ. അങ്ങനെ കുറച്ച് കസിൻസൊക്കെ ഉണ്ട് ഇവിടെ എനിക്ക്. അതുകൂടാതെ ഫ്രണ്ട്സ് ഒരുപാടുണ്ട്. ഞാൻ അവരുമായിട്ട് ഇപ്പോഴും കോണ്ടാക്റ്റിലാണ്. ഈ അറിയാനുള്ളതുകൊണ്ടാണ്. കാരണം പക്ഷെ കൊച്ചിലെ അവർക്കറിയാം ഞാനൊരു വ്യത്യസ്തമായ ഇൻഡിവിജ്വലാണെന്ന് എല്ലാവർക്കും അറിയാം. എൻ്റെ ഏറ്റവും ക്ലോസ് ആയിട്ടുണ്ടായിരുന്ന ഫ്രണ്ട് ഇപ്പോഴും ഉള്ള ആൾ രഞ്ജിത്താണ്.
രഞ്ജിത്ത് സദാശിവൻ, ഇപ്പോൾ എന്തോന്ന് SNDP-യിലെ മനസ്സിലായി. രഞ്ജിത്ത്. അപ്പോൾ രഞ്ജിത്തിൻ്റെ എങ്ങനെയെന്ന് വെച്ചാൽ ഞങ്ങൾ വളരെ ക്ലോസ് ഫ്രണ്ട്സായിരുന്നു മോഡൽ സ്കൂളിൽ തൊട്ട്. പിന്നെ ലൈളയിൽ പോയി. ഞാൻ വീട് വിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോവുമായിരുന്നു. ആദ്യം ലോങ് ഒരു പ്രാവശ്യം പോയി. അതിന് മുമ്പേ തന്നെ ഷോർട്ട് ആയിട്ട് ഇങ്ങനെ ഒരാഴ്ച കാണില്ല, ഒരു മാസം കാണില്ല, പറയാതെ പോകും. പറഞ്ഞാൽ എന്നെ പോകാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് അപ്പോൾ രഞ്ജിത്തിനെ മാത്രമേ അറിയാവൂ ഞാൻ എവിടെയാണെന്നുള്ളത്. അത്ര അടുപ്പമാണ്. അപ്പം ഒരു ദിവസം എൻ്റെ ഫാദർ രഞ്ജിത്തിനെ കണ്ടിട്ട് വിളിച്ചു ചോദിച്ചു, അല്ല ഈ സ്വാമിജി എവിടെയാണെന്ന് വലിയ പിടിയുണ്ടോ ഇങ്ങനെ ചോദിക്കും. കാരണം പുള്ളിക്കറിയാം ഞാൻ പുള്ളിയെ ഒരു ഏജൻറ്റ് പോലെ ഇവിടെ വെച്ചിരിക്കുകയായിരുന്നു. എന്തെങ്കിലും ആവശ്യം വന്നാൽ വിളിക്കുകയോ അവർക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുകയോ. പിന്നെ അങ്ങനെ ഒന്ന് രഞ്ജിത്ത്. പിന്നെ പുള്ളിയും പണ്ട് എൻ്റെ കൂടെ ഇരുന്ന് ധ്യാനമൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ അത് ഒരു വള്ളി ഇതായിട്ടങ്ങ് പോയി. പിന്നെ അനന്തനാരായൺ എന്ന് പറഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പോഴും പാലക്കാട്ടുണ്ട്. പിന്നെ നമ്മുടെ ഡോക്ടർ നാരായണ പ്രസാദിൻ്റെ ക്ലാസ്മേറ്റും കോളേജ് മേറ്റും ഒക്കെയാണ് നമ്മുടെ MS മണിയുടെ ബ്രദറിൻ ലോ നാരായണ പ്രസാദ്, എയർലൈൻസിലെ ഡോക്ടറാണ്. അപ്പോൾ ഇവരെല്ലാം കൊച്ചിലെ തന്നെ ഞാൻ ഒരു വ്യത്യസ്തപ്പെട്ട ഇൻഡിവിജ്വലാണെന്നറിയാം. പക്ഷേ ഞങ്ങൾ വളരെ ക്ലോസ് ഫ്രണ്ട്സാണ്. അല്ല, നമ്മുടെ ഒരു പ്രശ്നം നമുക്ക് ഈ ആത്മീയതയെക്കുറിച്ച് കാര്യമായിട്ട് അറിയാൻ പറ്റുന്നില്ല എന്നുള്ളതല്ലേ. ഇപ്പം നേരത്തെ താങ്കൾ പൂർവ്വജന്മത്തെക്കുറിച്ച് പറഞ്ഞു. എന്താണ് പൂർവ്വജന്മം എന്ന് പറയാൻ പറ്റുമോ? പൂർവ്വജന്മം എന്ന് പറഞ്ഞാൽ അല്ല, താങ്കളുടെ കാര്യത്തിൽ കണ്ടെത്തിയിട്ടുണ്ടോ എന്നുള്ളത്? കണ്ടെത്തിയിട്ടുള്ളത് ഞാനിങ്ങനെ ഒരു ജന്മത്തിൽ ശ്രീ ഗുരു ബാബാജിയുമായിട്ട് എനിക്ക് കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു എന്നുള്ളതിന് എല്ലാ പ്രൂഫ്സും എൻ്റെ കയ്യിലുണ്ട്. അത് പ്രൂവ് ചെയ്യാൻ പറ്റില്ല. അത് നമുക്കൊരു ടെസ്റ്റ് വിട്ട് കാണിക്കാൻ പറ്റാത്തൊരു സംഗതി. അതുകൊണ്ടാണ് വീണ്ടും കണ്ടുമുട്ടിയത്. അത് ഓട്ടോബയോഗ്രഫി വായിക്കുമ്പോൾ അറിയാം അതിൻ്റെ. അപ്പോൾ താങ്കൾ പറഞ്ഞു വരുന്നത് ഈ ജന്മത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന പല വ്യക്തികളെയും നമ്മുടെ പൂർവ്വജന്മത്തിൽ നമ്മൾ കണ്ടിരുന്നു എന്നാണ്. സാധ്യം ഉണ്ട്, എല്ലാവരും അല്ല, സാധ്യമുണ്ട്. പക്ഷേ സ്പിരിച്വൽ റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഡെഫിനറ്റായിട്ട് കാണും. കാരണം ഒരു ശിഷ്യൻ ഒരു ഗുരുവിൻ്റെ ശിഷ്യനാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്പിരിച്വൽ എവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതങ്ങനെ വിട്ടുകളയില്ല, പിന്നെയും കോണ്ടാക്ട് ചെയ്യും. അവസാന നിലയ്ക്ക് എത്തുന്നത് വരെ ഇങ്ങനെ ഫോളോ അപ്പ് ചെയ്യും. മരിച്ച ആരും തിരിച്ചു വന്നിട്ടില്ല. എല്ലാവരും മരിച്ചവരെ ഉയർപ്പിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ബൈബിളിൽ യേശു ക്രിസ്തു മരിച്ചവരെ ഉയർപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. ഈ പറഞ്ഞാലും നമ്മുടെ അറിവിൽ മരണത്തിൽ മരിച്ച ആൾക്കാർ തിരിച്ചു വന്നതായിട്ട് നമ്മൾ ആരും ഫിസിക്കലായിട്ട് ആരും വരില്ല, പക്ഷേ വേറെ ശരീരത്തിൽ വരും. അപ്പോൾ പലതരത്തിൽ ഇതുണ്ട്. പക്ഷേ ഈ പാരസൈക്കോളജി എന്നുള്ള ഇതിൽ പറയുന്നത് ക്ലിനിക്കലി മരിച്ചുവെന്ന് ശാസ്ത്രം അല്ലെങ്കിൽ ഡോക്ടർമാർ വിധി എഴുതിയ പലരും പോയി കഴിഞ്ഞിട്ട് അവർ തിരിച്ച് ലൈഫിലേക്ക് വരുമ്പോൾ അവർക്ക് ആ സമയത്തുണ്ടായിട്ടുള്ള അനുഭവം എല്ലാവരുടെ ഏതാണ്ട് സെയിം ആയിട്ടാണ്. ഇപ്പോൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ളവർ ഏതൊരു പ്രകാശത്തെ കണ്ടുമുട്ടുന്നു, അവരുടെ ജീവിതം മുഴുവൻ റീകോൾ ചെയ്യുന്നു, സമയമായിട്ടില്ല എന്ന് പറഞ്ഞാൽ അവർ തിരിച്ചു പോകേണ്ടി വരുന്നു, ഏതോ ഒരു ഗർത്തത്തിലൂടെയൊക്കെ പോകുന്ന മാനസികാവസ്ഥ. ഇത് എല്ലായിടത്തും പറയുന്നുണ്ട്. താങ്കളത് ശരിവെക്കുന്നുണ്ട് അങ്ങനെ ഒരു ഭാഗത്ത്? ചിലത് കുറേ ഇമാജിനേഷനൊക്കെ അതിനകത്ത് കാണും. പക്ഷേ പല സ്ഥലത്ത് പല ആൾക്കാരും അതെ. അത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പുസ്തകമുണ്ട്, അത് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. പ്രൂഫ് ഓഫ് ഹെവൻ എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. സൈമൺസ് കസ്റ്റർ പബ്ലിക്കേഷനാണ്. അത് ഇതിൽ പിക്യുലാരിറ്റി എന്ന് വെച്ചാൽ ഇതിൽ ഈ ബുക്ക് എഴുതിയ ആൾ ഒരു ന്യൂറോ സർജനാണ്. 2010 അടുത്താണ്. അദ്ദേഹം ഒരു ന്യൂറോ സർജനാണ്. ഇതിലൊന്നും ഒരു വിശ്വാസവും ഇല്ലാത്തൊരു മനുഷ്യൻ. അദ്ദേഹം 9 ദിവസം മെനിഞ്ചൈറ്റിസ് വന്നിട്ട് ടോട്ടൽ കോമ, ബ്രെയിൻ ഡെഡായിരുന്നു. ബ്രെയിൻ ഡെഡ് കോമ വന്നു കഴിഞ്ഞാൽ കുറച്ച് കാലം ഒരു നിൽക്കും, പിന്നെ അതിൽ തന്നെ അങ്ങ് പോവും. അപ്പോൾ ഡോക്ടേഴ്സ് എല്ലാം വിചാരിച്ച് ഇയാൾ വരില്ല, തീർന്നു. പക്ഷേ കുറച്ച് ദിവസം വയ്ക്കാം, ലൈഫ് സപ്പോർട്ട് സിസ്റ്റംസ് എല്ലാം കൊടുത്ത് വെച്ചിരുന്നു. 7 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കംപ്ലീറ്റ് തിങ്കിങ് മാറി ആണ് വന്നിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത്, ഞാൻ മരിക്കാൻ നേരത്ത്, ഞാൻ ഈ കോമയിൽ പോകാൻ നേരത്ത് എൻ്റെ വിശ്വാസം കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞാൽ ബ്രെയിനിൻ്റെ പ്രോഡക്റ്റാണെന്നായിരുന്നു. ഇപ്പോൾ ഞാനത് ഒരിക്കലും എനിക്കത് വിശ്വസിക്കാൻ പറ്റില്ല. കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് ബ്രെയിനിൻ്റെ പ്രോഡക്റ്റ് അല്ല. കോൺഷ്യസ്നെസ് ത്രൂ ബ്രെയിൻ പ്രവർത്തിക്കുന്നു എന്ന് മാത്രം പറയാൻ പറ്റുള്ളൂ. അതാണ് കാരണം ക്ലിനിക്കലി അങ്ങയുടെ ബ്രെയിൻ ഡെഡായിരുന്നു. പക്ഷെ പുള്ളി പറയുന്നത് ഐ വാസ് ഫുള്ളി കോൺഷ്യസ്. ഞാൻ പല റെൽമിലും പോയി പലതും കണ്ട് തിരിച്ചു വന്നിരിക്കുന്നു.
അതൊന്ന് വായിക്കണം. ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് ബുക്ക്. എസ്പെഷ്യലി ഒരു ന്യൂറോ സർജൻ അത് എഴുതിയിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ താങ്കളുടെ ഗുരുവായിട്ടുള്ള ബാബാജി പല ഫോമിൽ അദ്ദേഹത്തിനാവാൻ പറ്റുമെന്ന് ചെയ്യുന്നു. അത് അനുഭവപ്പെട്ടിട്ടുണ്ടോ? എന്ത് ഫോമിലൊക്കെ ആവാൻ പറ്റുമെന്നാണ്? അങ്ങനെ ഞാൻ അദ്ദേഹത്തിനെ കണ്ടിട്ടുള്ളപ്പോഴെല്ലാം ശ്രീ ഗുരു ബാബാജിയുടെ ഒരു രൂപമായിട്ട് തന്നെയാണ് കണ്ടിട്ടുള്ളത്. പക്ഷേ 1-2 അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. ഒരാൾ വന്ന് എന്നോട് പറഞ്ഞു, ഇങ്ങനെയല്ല, ഇങ്ങനെ വേണം ചെയ്യാൻ, ഇവിടെ നിന്ന് രാത്രി തന്നെ വിട്ടോ, ഇവിടെ ഫ്ലഡ് വരുന്നുണ്ട് എന്നൊരു വാണി പറഞ്ഞത് ഒരു തടി വെട്ടാൻ പോകുന്ന കാട്ടിലെ ഒരാളാണെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ അങ്ങനെ വിചാരിച്ചാണ് പോയത്. അത് കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞിട്ട് ബാബാജിയെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, നന്നായി നീ എൻ്റെ വാണി കേട്ട് മാറിയത് അവിടെ നിന്ന്, ഇല്ലെങ്കിൽ ഭയങ്കര ഫ്ലഡായിരുന്നു അവിടെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ബാബാജി പറഞ്ഞില്ലല്ലോ അവിടെ ഒരു ഉഡ്കട്ടറാണല്ലോ. എൻ്റെ അടുത്ത് പറഞ്ഞു, അത് നിനക്ക് ഇപ്പോഴും എന്നെ കണ്ടാൽ മനസ്സിലാവില്ല, റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പല വിധത്തിലും അവരെ പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ബുദ്ധിസത്തിൽ ബുദ്ധ ആവുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ മതിച്ചിരുന്നത് ഇത്രയൊക്കെ ഈ ഈശ്വരനും ആത്മീയതയും നന്മയൊക്കെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് മനുഷ്യർക്ക് ഇത്രയും രോഗം വരുന്നു, മനുഷ്യർ എന്തുകൊണ്ട് ഇത്ര ദാരിദ്ര്യത്തിലാവുന്നു, എന്തുകൊണ്ട് യുദ്ധം? ഇപ്പോൾ 1-ാം ലോക മഹായുദ്ധത്തിൻ്റെ 100-ാം വാർഷികമാണ്. ഗാസയിൽ പിഞ്ചു കുഞ്ഞുങ്ങളെ ബോംബേറ്റ് മരിക്കുകയാണ്. അപ്പോൾ ഇത്രമാത്രം ഈവിളും തിന്മയും രോഗവും പ്രശ്നങ്ങളൊക്കെ എന്തുകൊണ്ട് ഇത് ഇല്ലാതാക്കാൻ കഴിയില്ലേ എന്നുള്ളൊരു ചോദ്യം വരില്ല. ഇപ്പോൾ ബുദ്ധനെ മതിച്ചൊരു ചോദ്യം അതായിരുന്നു. അപ്പോൾ അത് ഇന്നും നിലനിൽക്കുകയാണ്. എന്നിട്ടും അതെ, പക്ഷേ ബുദ്ധൻ തന്നെ പറഞ്ഞു, ഡിസയർ ഈസ് ദ റൂട്ട് കോസ് ഓഫ് ഓൾ സോറോസ്. ആഗ്രഹമില്ലായിരുന്ന ദുഃഖങ്ങളില്ല. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ആഗ്രഹങ്ങളില്ലാതെ ജീവിക്കാൻ പറ്റില്ല. പക്ഷേ അൾട്ടിമേറ്റ് ആയിട്ട് മനസ്സിലാവും, ഈ വേൾഡിൻ്റെ അൺറിയാലിറ്റിയെക്കുറിച്ച് മനസ്സിലായാലേ അതിനൊരു സാൽവേഷൻ ഉള്ളൂ. ബാക്കി നമ്മൾ സോഷ്യൽ കൊണ്ടും സോഷ്യൽ റിഫോംസ് കൊണ്ട് കുറേയൊക്കെ സോൾവ് ചെയ്യാൻ സാധിക്കും. അതിൽ കൂടുതലൊന്നും സോൾവ് ചെയ്യാൻ പറ്റില്ല. വേൾഡിൽ എപ്പോഴും കാണും, പണ്ട് തൊട്ട് നോക്കിയാലും ഡാർക്ക്നെസ്സും ലൈറ്റും. പക്ഷേ ഡാർക്ക്നെസ്സിന് എപ്പോഴും ലൈറ്റിൻ്റെ മേലൊരു അപ്പർ ഹാൻഡ് കിട്ടുന്ന അവസ്ഥയിൽ ഇപ്പം ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ 100 years ഇത് ചെയ്യുമ്പോൾ 90 ലക്ഷം പേരാണ് ഫസ്റ്റ് വേൾഡ് വാറിൽ മരിച്ചത്. അതിനേക്കാൾ ഏതാണ്ട് അടുത്ത് സെക്കൻഡ് വേൾഡ് വാറിൽ മരിച്ചു. ഇപ്പോഴും യുദ്ധങ്ങളിലൂടെ ലക്ഷക്കണക്കിന് ആൾക്കാർ മരിച്ചുകൊണ്ടിരിക്കുന്നു. പട്ടിണി മൂലം ഇന്ത്യയിൽ മാത്രം 30 കോടി ജനങ്ങൾ ദരിദ്രരാണ്. അപ്പോൾ ഒരു മെറ്റീരിയൽ വേൾഡിൻ്റെ അവസ്ഥ എടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ ആത്മീയ തലത്തിൽ നിൽക്കുന്നതുകൊണ്ട് താങ്കൾ അത്രയും അതിൻ്റെ ഒരു ആഗ്നി അനുഭവിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ചിന്തിച്ചാൽ ഈ ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഓരോ നിമിഷവും ആശങ്ക ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഇതാണ് വിലക്കയറ്റം, പ്രശ്നങ്ങൾ. അവർ ജീവിക്കാൻ വേണ്ടി അവരുടെ കുട്ടികളെ പുലർത്താൻ, പഠിപ്പിക്കാൻ ഇതൊന്നും ചെയ്യാതെ രണ്ടറ്റം മുട്ടിക്കാൻ കഴിയാതെ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ആത്മീയത പറഞ്ഞാൽ എത്രമാത്രം അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റും? സ്വാമി വിവേകാനന്ദൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, സ്പിരിച്വലായിട്ട് ഡെവലപ്പ് ചെയ്തവരുടെ ആദ്യത്തെ ജോലി ആഹാരം കിട്ടാത്തവർക്ക് വേദാന്തം പഠിപ്പിക്കാനല്ല, അവരെ എങ്ങനെയാണ് ഇംപ്രൂവ് ചെയ്ത് അവരെ കാലിൽ നിലനിർത്തുക എന്നുള്ളതാണ് നമ്മുടെ ഓബ്ജക്റ്റ്. അത് ചെയ്താലേ പറ്റുള്ളൂ. അല്ലാതെ വേദാന്തമൊന്നും ഞാൻ പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. അപ്പം അതുകൊണ്ടാണ് നമ്മൾ നോക്കിയാൽ റിലീജിയസ് ആയിട്ടുള്ള, ശരിക്കും ജെന്യുവൻലി റിലീജിയസ് ആയിട്ടുള്ള ആളുകൾ എപ്പോഴും എന്തെങ്കിലും വിഷമം ആരെങ്കിലും സഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ആദ്യം മിറ്റിഗേറ്റ് ചെയ്യാൻ നോക്കും. അത് പിന്നെ ഈ ഡാർക്ക്നെസ് കൂടുതലാണ്, ലൈറ്റ് കുറവാണെന്ന് പറഞ്ഞല്ലോ. അതെ, ഞങ്ങളുടെ ഹോപ്പ് എന്താണെന്ന് വെച്ചാൽ ഒരു കാലത്ത് അതിൻ്റെ റേഷ്യോ ലൈറ്റ് കൂടുകയും ഡാർക്ക്നെസ് കുറയുകയും ചെയ്യുമെന്നുള്ള ഒരു ഹോപ്പിലാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. അൾട്ടിമേറ്റ്ലി അതേ ഉണ്ടാവുള്ളൂ. കാരണം ഗുഡ്നെസ് വിൽ ഫൈനലി ഓൾവേസ് ട്രയംഫ്. അത് ഞങ്ങളുടെ ഒരു ക്രീഡാണത്. അതില്ലെങ്കിൽ ഞങ്ങളത് ഹോപ്പ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ലോകത്തും അത് ഹോപ്പ് ഇല്ലാതാവും. അവസാനത്തെ ഒരു പ്രതീക്ഷയാണ് തമസോമ ജ്യോതിർഗമയ എന്ന് പാടിയ ഹിമാലയ സാനുക്കളുടെ ഋഷിമാരുടെ ശൃംഖലയിൽ നിന്നാണ് ശ്രീ എം വരുന്നത്. ഇവിടെ ഒരുപക്ഷെ അന്ധകാരത്തിൻ്റെയും ഇരുട്ടിൻ്റെയും ലോകത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ പ്രകാശത്തിൻ്റെ പ്രതീക്ഷയുടെ നാളുകളെക്കുറിച്ച് സ്വപ്നം കാണുകയാണ് ശ്രീ എമ്മിനെ പോലുള്ള യോഗികൾ. ഒരുപക്ഷെ ഇന്ത്യയിൽ മാറ്റത്തിൻ്റെ അല്ലെങ്കിൽ പുതിയ പ്രതീക്ഷയുടെ വെളിച്ചം കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ സ്ട്രെയിറ്റ് ലൈനിൽ പങ്കെടുത്തതിന് ശ്രീ എമ്മിന് പ്രത്യേകം നന്ദി.